നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഒന്നൊരു ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും ആ ആന്റി ഇൻകംബൻസി വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോവാം, നിങ്ങളിലേക്കും UDF-ലേക്കും പോവാം എന്ന പ്രശ്നമുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ ആ മണ്ഡലത്തിലെ ആന്റി ഇൻകംബൻസി എടുത്താൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് നിങ്ങളാണ്, MLA ആയി 13 കൊല്ലം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്, അവിടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വശത്തേക്ക് കാറ്റ് വീശുമെന്ന് നമുക്ക് അനുമാനത്തിലെത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതിനൊടുവിലാണ് ഏറ്റവും അവസാനത്തെ 3 ദിവസങ്ങളിലൊന്നിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട താങ്കളെപ്പോലെ ടെലിവിഷനിലൊക്കെ വന്നിരുന്ന BJPക്ക് വേണ്ടി വാദിച്ചിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് പക്ഷത്തേക്ക് പോയത്. അദ്ദേഹം പിന്നീട് നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ BJPയുടെ തന്നെ ഒരുപക്ഷെ അടിസ്ഥാന വോട്ട് ബാങ്കിലൊക്കെ കുറച്ച് വിള്ളലുകൾ വീഴാനുള്ള സാധ്യത അതുവഴി ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ഈ പഴയ കണക്ക് വെച്ചിട്ട് ഇപ്പോഴത്തെ കണക്കിനെ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? അഭിലാഷ്, അവസാനം പറഞ്ഞു നിർത്തിയെന്ന് തന്നെ ഞാൻ ആദ്യം വരാം. താങ്കൾ പറഞ്ഞത് ഒരാൾ BJP ഇരുന്ന് UDF-ലേക്ക് പോയി. താങ്കളെപ്പോലെയൊക്കെ ടെലിവിഷൻ ചർച്ചകൾ വരുമായിരുന്ന ഒരാൾ പോയി, അത്രയേ ഉള്ളൂ. ടെലിവിഷൻ ചർച്ചയിൽ പല ഒരാൾ വരും. താങ്കളെപ്പോലെ അടിസ്ഥാന പ്രവർത്തനം ചെയ്യുന്ന, ബൂത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്ന, പാർട്ടി പ്രവർത്തനത്തിലൂടെ പാർട്ടി പ്രവർത്തകരുടെ സ്വാധീനമുള്ള ഒരാൾ പോയാൽ ഞങ്ങൾ ആശങ്കപ്പെടണം. താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇന്ന തരത്തിൽ വരുമായിരുന്ന ഒരാൾ പോയി, അതിന് പകരം ഒരാൾ വന്നു കഴിഞ്ഞാൽ പാച്ചപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പാർട്ടി പ്രവർത്തനത്തിൻ്റെ വേദനയും വിഷമവും ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പമാണ് അണികളും വിശ്വാസികളും ഒക്കെ. അതുകൊണ്ട് അതൊക്കെ അതിപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് തന്നെയാണ്, സ്വീകരിച്ചവർക്ക് കൊണ്ടു കിടക്കാനുള്ള ശേഷി ഉണ്ടാവട്ടെ. ഇപ്പോൾ ഇടതുപക്ഷം പരസ്യം കൊടുക്കുന്നു. കോൺഗ്രസ് ഇന്നലെ എന്നോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ചയിൽ വന്നിരുന്ന ആൾ, സാധാരണ വാളുമായി ഞങ്ങളെ ആദർശത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആശയത്തിൻ്റെ വാളുമായി ഞങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കാനിരിക്കുന്ന വ്യക്തി, ഞാനിപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല, ഇന്നലെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇന്നലെ പരിചയമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ പരിചയ VD സതീശനും K സുധാകരനും ഒക്കെ ഇതുപോലത്തെ ഒരു പരിചയം എടുത്ത് കൊടുക്കണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ താങ്കൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ആശംസ പറഞ്ഞ്, സ്വീകരിച്ചവർക്ക് ആശംസ പറഞ്ഞ് എല്ലാം നന്നായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത്? ഞങ്ങൾ അത്രത്തോളം നല്ലൊരു രീതിയിലാണ് ആ കാര്യം കൈകാര്യം ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. പിന്നെ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞില്ല ഏതുവരെ പോകാം നോക്കാം. ഞാൻ ചെറുതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ അത്രയേ ഉള്ളൂ. ചാനൽ ചർച്ചയിൽ വരുന്ന ഒരാൾ പോയി, ചാനൽ ചർച്ചയ്ക്ക് ഞങ്ങൾ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ പിന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ UDF-ൻ്റെ MLA റോജി പറഞ്ഞു, തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് മത്സരിച്ച രണ്ടുപേരും പ്രഗത്ഭര. ശ്രീധരൻ സാർ പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്, BJPക്ക് പുറത്തുനിന്ന് ഒരുപാട് വോട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ്. ശോഭ മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവരോടൊപ്പമോ ഇവരെക്കാളൊക്കെ തന്നെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നല്ലോ ശ്രീ O രാജഗോപാൽ. അവസാനം നേമത്ത് മത്സരിക്കുന്നതിന് മുമ്പ് O രാജഗോപാൽ മത്സരിച്ച ഒരിടത്തും ജയിച്ചിട്ടില്ല. അരുവിക്കര O രാജഗോപാൽ മത്സരിച്ചപ്പോഴേക്കും ബഹുമാനപ്പെട്ട VS പറഞ്ഞത് ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളം ഒഴിച്ചാൽ വളരില്ല എന്നാണ് അരുവിക്കര ഒന്ന് പ്രസംഗിച്ചത്. പക്ഷേ BJP രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് പാലക്കാട് മത്സരിച്ചത് O രാജഗോപാലാണ്. അപ്പോൾ ആ O രാജഗോപാൽ നേരത്തെ പറഞ്ഞ രണ്ടുപേരെക്കാൾ അവരോടൊപ്പമോ അവരെക്കാൾ ഒരു പടി മുൻപിലോ നിൽക്കുന്ന ആളായിട്ട് പോലും ഒരുപാട് സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ട് വിജയിച്ചിട്ടില്ല. നേമത്ത് അവസാനം വിജയിച്ചു. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണകുമാറിനെ ജനങ്ങൾ നിരാകരിച്ച ആളാണെന്ന് പറഞ്ഞത്? റോജി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമ്മൾ നേരിട്ട് കണ്ടില്ല, അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, അഭിലാഷ് ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഞാൻ പ്രവർത്തിക്കാൻ പോയി. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ഒരിടത്ത് നിന്നും ഞാൻ പോയപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് അവിടുത്തെ ആരും പറഞ്ഞില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് വ്യാപകമായിട്ട് ഞങ്ങളോടൊപ്പം ആര് പറഞ്ഞു? ഞാൻ ഒരുപാട് ബൂത്ത് മീറ്റിങ്ങിനൊക്കെ പോയി. എന്നാൽ മാത്തൂരും കണ്ണാടിയിലും പിരായരിയിലും ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ വന്നത്, അത് ആർക്കോട്ടിയെന്ന് പറയുന്നത് എനിക്കറിയില്ല, BJPയുടെ കൊടിവെച്ച വാഹനം പോയിട്ട് എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ വന്നിട്ട് നിങ്ങളുടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, അയ്യോ ഇവിടെ വെള്ളമില്ല. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയുള്ള ഒരു വ്യക്തിയും അങ്ങനെ പറഞ്ഞില്ല? നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ, ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, അമൃത് പദ്ധതി ആയിക്കോട്ടെ, ഏറ്റവും ഭംഗിയായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. അന്ന് കൃഷ്ണകുമാറായിരുന്നു വൈസ് ചെയർമാൻ. ഞാൻ ഉൾപ്പെടെ 5 വർഷത്തിനിടയിൽ മിനിമം ഒരു 50 തവണയെങ്കിലും ഈ അമൃത പദ്ധതിയുടെ കാര്യങ്ങൾ സാങ്ഷനാക്കാൻ വേണ്ടി കൃഷ്ണകുമാർ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് പോയ കൃഷ്ണകുമാറിനെ ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും. അപ്പോൾ അത്രത്തോളം അധ്വാനിച്ച് അത് പഞ്ചായത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. കൃഷ്ണകുമാർ MLA ആയിക്കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് അമൃത് പദ്ധതി പോലുള്ള ഇല്ലെങ്കിൽ ജൽജീവൻ മിഷൻ വഴി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രചരണത്തിനിടയ്ക്ക് ഒരു മണ്ഡലം പ്രസിഡന്റിനെ അവിടെ വെച്ച് പാമ്പ് കടിച്ചു. ഞാൻ പോയ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കുണ്ട്, അതായത് നവംബർ ആദ്യത്തെ ആഴ്ച പാമ്പ് കടിയേറ്റു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ?
അപ്പോൾ പറഞ്ഞു അല്ലേ ഏട്ടാ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. സത്യം നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ബാബു എന്ന പേരുള്ള ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിന് പാമ്പ് കടിയേറ്റ് രാത്രിയിൽ കൊണ്ട് മെഡിക്കൽ കോളേജ് നമ്മളൊക്കെ തിരുവനന്തപുരത്ത് അതായത് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. അവിടെ ഡോക്ടർമാർ പ്രത്യേക ഡോക്ടർമാരുണ്ടാകും, സംവിധാനമൊക്കെ ഉണ്ട്. ചേട്ടാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് കാര്യം, അവിടെ മരുന്നുമില്ല ഒന്നുമില്ല. ഇത് ആ ഡേറ്റ് ഞാൻ പറയാം. ബാബുവിൻ്റെ അവിടെ അഡ്മിറ്റ് കാർഡ് എല്ലാം അവിടെ ഉണ്ട്, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ബാബു പിറ്റേന്ന് രാവിലെ വരെ അവിടെയായിരുന്നു. ജനറൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും കാര്യമുണ്ട്, അവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, ബോർഡ് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അതുപോലെ തന്നെ മോയൻ സ്കൂള്, ആ മോയൻ സ്കൂളിൻ്റെ ആദ്യം ഒരു ചർച്ചയിൽ പറഞ്ഞ ഞാൻ മോയൻ സ്കൂളിൻ്റെ മുൻ പ്രിൻസിപ്പൾമാരെ കണ്ടിരുന്നു. അവിടെ കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ലാബ് കൊണ്ടുവന്ന് ഷാഫി പറഞ്ഞു. ഇപ്പോഴും തുടങ്ങി വെച്ച എത്രയോ വർഷമായി മുനിസിപ്പാലിറ്റി കൊടുക്കാനുള്ള മുഴുവൻ ഫണ്ടും കൊടുത്തു. മുനിസിപ്പാലിറ്റി എം പി എം എൽ എയുമാ. എം പി രാജേഷ് ആയിരുന്നു, ഇപ്പം കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ശ്രീകണ്ഠനാണ്, ഷാഫി പറമ്പിലാണ് എം എൽ എ. മോയൻ സ്കൂള് അവിടുത്തെ 4500 കുട്ടികൾ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളാണ് മോയൻ സ്കൂള്. ഒടുവിൽ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഞാൻ ചോദിക്കട്ടെ, അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കൊടുത്ത് ഇത്ര ഇഫക്റ്റീവ് ആക്കാൻ കാരണക്കാരൻ കൃഷ്ണകുമാറാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ റിജക്റ്റ് ചെയ്യല്ല, കൃഷ്ണകുമാർ എന്ന ലീഡർ മത്സരിച്ചിട്ടുള്ള ഏതെങ്കിലും വാർഡ്, ഞാൻ പാർലമെന്റിൽ അദ്ദേഹം ജയിച്ചില്ല, മലമ്പുഴയിൽ നിന്ന് അദ്ദേഹം അസംബ്ലിയിലും ജയിച്ചില്ല, സംഭവിച്ചു. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ആദ്യമാണ്. കൃഷ്ണകുമാർ മത്സരിച്ച മുനിസിപ്പൽ വാർഡിൽ ഏതെങ്കിലും ഒരു വാർഡിൽ കൃഷ്ണകുമാറിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണകുമാർ പരാജയപ്പെട്ടിട്ടുണ്ടോ? പാലക്കാട് ജനങ്ങൾ സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണ് സർ കൃഷ്ണകുമാർ. ശരി.